ഓണക്കാലമാണ്. അപ്പോൾ ഓണക്കാലം എന്ന് പറയുമ്പോൾ ഒരുപാട് പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഓർമ്മയായിട്ട് ഇങ്ങനെ വരും. ആ പാട്ടുകളുമായിട്ട് ബന്ധമുള്ള ഒരാളാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത്, പത്മശ്രീ ഡോക്ടർ ഓമനക്കുട്ടി അഥവാ ഓമനക്കുട്ടി ടീച്ചർ. അപ്പോൾ ടീച്ചർ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ മേടയിൽ വീടിൻ്റെ അടുത്തുകൂടെ പോകുന്ന സമയത്ത് ഏതൊരു മലയാളിക്കും മനസ്സിലൊരു മൂളിപ്പാട്ടുണ്ടാകും. അങ്ങനെയുള്ളൊരു കുടുംബമാണ്. ആ ഒരു സംഗീത കുടുംബത്തിലെ ഓണം അതെങ്ങനെയായിരുന്നു ടീച്ചറെ? ഓണം എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ ജന്മനാടിനെയാണ് ഓർമ്മ വരുന്നത്, ഹരിപ്പാട്. ബാല്യകാലത്തുള്ള ചിന്തകളൊക്കെ മനസ്സിൽ പതിയുമല്ലോ, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. എനിക്ക് ഏകദേശം ഒരു 15 വയസ്സുള്ളപ്പോൾ ഞാനിങ്ങനെ പോന്നു. ഇപ്പോൾ ഒരു 67 വർഷമായിട്ട് ഞങ്ങൾ തിരുവനന്തപുരത്താണ്. അപ്പം ഇപ്പം ഇവിടുത്തെ ഓണക്കാലങ്ങളിലുള്ള എല്ലാമാണ് കാണുന്നത്, ഇല്യൂമിനേഷൻ കളികൾ എല്ലാം. പക്ഷെ എന്നാലും ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് നാട്ടിൻപുറം തന്നെയാണ്. ഈ സഹോദരങ്ങളൊക്കെ ഇതുപോലെ തിരക്കുള്ളവരാണ്. ഇപ്പോൾ പേരക്കുട്ടികളായാലും ഒരുപാട് തിരക്കുകളുണ്ട്. പ്രത്യേകിച്ച് ഓണക്കാലം ആകുമ്പോൾ വിവിധ പരിപാടികളുണ്ടാകും. ടീച്ചർക്കും അത്തരത്തിൽ പരിപാടികളുണ്ടാകും. അപ്പോൾ എല്ലാവരും ഒത്തുകൂടുന്നതിലൊരു മിസ്സിങ് ഉണ്ടാവാറുണ്ടോ? ഹരിശങ്കറാണ് പ്രോഗ്രാമായിട്ട് ഇങ്ങനെ ഓൾ ഓവർ ഇന്ത്യ എന്ന് പറയാം, ഇന്ത്യയും എബ്രോഡും നടക്കുന്നൊരു വ്യക്തിയാണ്. അവന് സമയം കിട്ടുമ്പം ഉടനെ ഇവിടെ ഓടി വരും. അതുകൊണ്ട് ഒത്തുകൂടാൻ ഉള്ള സൗകര്യം അധികം കിട്ടാറില്ല. എങ്കിലും തിരുവോണം, പിന്നെ പിറന്നനാൾ, അതിനൊക്കെ ഒത്തുകിടാറുണ്ട്. എങ്ങനെയാണ് ഈ മേടയിൽ വീട്ടിലെ ഒരു ഓണം അതെങ്ങനെയായിരുന്നു? മേടയിൽ വീട്ടിലെ ഓണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ആഘോഷമൊന്നുമില്ല. ഉണ്ടല്ലോ, ഗവൺമെൻറ് ആഘോഷിക്കുന്നുണ്ടല്ലോ നല്ലോണം, അത് കാണുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ വീടുകളിലൊക്കെ അങ്ങനെ പറയത്തക്ക ഓണം ഉണ്ടോ? ഹരിപ്പാട്ടൊക്കെ ആണെങ്കിൽ ഓണത്തിന് അയൽവക്കത്തുകാരൊക്കെ വരും. അവരെല്ലാം കൂടെ തിരുവാതിര കളിക്കും. ഓണ ഉപ്പേരിയൊക്കെ വീട്ടിൽ തന്നെയാണ് വറക്കുന്നു, അല്ലാതെ വിലയ്ക്ക് വാങ്ങിക്കുന്ന ഒരു പരിപാടിയില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം നമുക്ക് കടയിലേക്ക് ചെല്ലുക, ഏത് തരം ഉപ്പേരി വേണോ അത് പറയുക, വീട്ടിൽ കൊണ്ടുവരിക. ഇപ്പം അങ്ങനെയായി. അത്ര വലിയൊരു ചേഞ്ചാണ് വന്നിരിക്കുന്നത്. മറ്റേത് അങ്ങനെയല്ല. നാട്ടിൻപുറത്ത് എല്ലാ വിളവുകളും കാണും. ഏത്തക്കൊല കാണും, പിന്നെ ചേന കാണും, ചേമ്പ് കാണും, ചക്ക കാണും. അപ്പോൾ അത് വെച്ച് വീട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ പോലും വിലയ്ക്ക് വാങ്ങിക്കത്തില്ല. ചക്കാട്ടി വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണയിലാണ് വറക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓർമ്മയാണ്. അതാണ് ശരിക്കും ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത്. പിന്നെ ഊഞ്ഞാലിട്ടിരിക്കും. ഇപ്പോഴേ ഗവൺമെൻറ്റിൻ്റെ ആഘോഷത്തോടു കൂടി നമ്മൾ ഒത്തുചേരുന്നു. ഇപ്പം തന്നെ ടീച്ചർ ചെറുപ്പക്കാരിയെ പോലെ ഓടി നടന്നാണ് പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ വലിയ തിരക്കിലാണോ? എനിക്ക് നല്ല പ്രായമായി. നല്ല പ്രായമെന്ന് പറഞ്ഞാൽ നല്ല പ്രായമായി. പക്ഷെ എന്നാലും വീട്ടിലിരുന്നാൽ എന്തെങ്കിലും ജോലി ചെയ്യാതിരുന്ന എൻഗേജ്മെൻ്റ് ഇല്ലെങ്കിൽ ഞാനിരുന്നു പോകും. ഈ രാജ്യം പത്മശ്രീ നൽകി കഴിഞ്ഞ വർഷമാണ് ടീച്ചറെ ആദരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അയ്യോ, അന്ന് മുതൽ എനിക്ക് വീട്ടിലിരിക്കാൻ നേരമില്ല. സത്യം പറയുകയാണ്. ഏതിനും വിളിച്ചാൽ പോയില്ലെങ്കിൽ അതൊരു അഹങ്കാരമാകും. ഈ സഹോദരങ്ങളോടൊപ്പമുള്ള ഓണം, അതിൻ്റെ എന്തെങ്കിലും ഓർമ്മകളുണ്ടോ? അത് MG രാധാകൃഷ്ണനുമായിട്ടാണ് കൂടുതൽ ഓർമ്മ. ശ്രീകുട്ടൻ ഞങ്ങളെക്കാളും വളരെ ഇളയതല്ലേ. അന്നത്തെ ഓണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഓണത്തിൻ്റെ കൂട്ടിയല്ല. പഴയ ഒരുപാട് കലകൾ പ്രദർശിപ്പിക്കാറുണ്ട്. ആ കലകളൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കുടവൂത്ത് ഇപ്പോൾ അതൊന്നും കാണാൻ പോലുമില്ല. പിന്നെ തിരുവാതിരകളി, കയ്യൂട്ടിക്കളി, അങ്ങനെ നാട്ടിലുള്ളവരെല്ലാം എല്ലാവരെയും അറിയാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സ്നേഹമാണ്, സഹകരണമുണ്ട് നാട്ടുകാരെല്ലാം തമ്മിൽ. അങ്ങനെ ഒരു കാലമായിരുന്നു. ഇപ്പോഴത്തെ പോലെ വലിയ പരിഷ്കാരമായിട്ടൊന്നും അല്ല പൂക്കളമിടുന്നത്. ഇപ്പം മഞ്ഞപ്പൂവ്, ചുവന്ന പൂവ്, അങ്ങനെ ഉള്ള വളരെ വൃത്തിയായിട്ട് വരച്ച് ഒക്കെയല്ലേ ഇപ്പം ചെയ്യുന്നു. അന്നങ്ങനെയൊന്നും അല്ല. വെളുപ്പാങ്കാലത്ത് എണീറ്റ് കുളിച്ചിട്ട് ചാണകം മെഴുകും മുറ്റത്ത്. അത് ഓരോ ദിവസവും അതിൻ്റെ വലിപ്പം കൂടി വരും. പൂക്കൾ മിക്കവാറും വീട്ടിലെ ആൺകുട്ടികൾ കട്ടുപറിച്ചുകൊണ്ട് വരുന്നതായിരിക്കും. ദൂര സ്ഥലങ്ങളിലൊക്കെ പോയി താമരയും ആമ്പലും പിന്നെ നദിയാർവട്ടവും ഇതൊക്കെ തന്നെ, മുല്ല, പലതരത്തിലുള്ള മുല്ലപ്പൂക്കൾ, ഇതൊക്കെയാണ്. തുമ്പപ്പൂവ്, പിന്നെ തുളസി,
ഇതൊക്കെയാണ് ഇടുന്നത്. അത് അവരവരുടെ ചാതുര്യം അനുസരിച്ച് ഇങ്ങനെ ഇടും. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ടീച്ചറുടെ ഒരു പാട്ട് കൂടെ കേട്ടാൽ. അയ്യോ, ഞാൻ ഈയിടെ പാടാറേയില്ല, കുറേ വർഷങ്ങൾ. ഒരു 2 വരി. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കുമൊട്ടില്ല താനും. ഞാൻ പാടാറേയില്ല. എൻ്റെ ഹസ്ബൻഡ് മരിച്ച പിന്നെ ഞാൻ കച്ചേരി നടത്തിയിട്ടില്ല 8 വർഷമായിട്ട്. കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്മ നിറഞ്ഞ ഓണാശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. അപ്പോൾ ടീച്ചർ ഒരുപാട് തിരക്കുകൾക്കിടയിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ.